ആകർഷണ നിയമം ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഗ്രോ ചെയ്യാൻ ഒരുപാട് സമയമെടുത്തത്? ലോ ഓഫ് അട്രാക്ഷൻ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ യൂട്യൂബ് ജീവിതത്തിൽ ഞാൻ ചെയ്ത അബദ്ധങ്ങളും ഞാൻ പഠിച്ച പാഠങ്ങളുമാണ്. അത് യൂട്യൂബിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ചെയ്ത ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ യൂട്യൂബിനെ പറ്റി ഒട്ടും റിസർച്ച് ചെയ്യാതെ എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യൂട്യൂബിൻ്റെ ടെക്നിക്കൽ സൈഡ്സ് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്ത ഏകദേശം 40ഓളം വീഡിയോസ് ഞാൻ ടാഗ്സ്, ഡിസ്ക്രിപ്ഷൻ, നല്ല തംബ്നെയിൽ ഇതൊന്നും ഇല്ലാതെയാണ് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെയിട്ടുള്ള ആ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നെബേഴ്സിനെ കിട്ടാനായിട്ട് 1 വർഷം എടുത്തു. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക. എന്താണ് ടാഗ്, എന്താണ് ഡിസ്ക്രിപ്ഷൻ, എങ്ങനെ നല്ല തംബ്നെയിൽ കൊടുക്കാം, ഇതൊക്കെ നന്നായിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡേഷനിൽ വരികയും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും നിങ്ങൾക്ക് ചാനൽ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യാനും പറ്റും. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് മൈൽ സ്റ്റോണായ 1000 സബ്സ്ക്രൈബേഴ്സിലെത്താനായിട്ട് എനിക്ക് ഏകദേശം 1 വർഷത്തോളം സമയമെടുത്തു. ആ സമയം അത്രയും ഗിവപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് എനിക്ക് നൽകിയത് ആകർഷണ നിയമത്തിലുള്ള വിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയം ഞാൻ ഗിവപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോഴും ഓരോ വ്യക്തികളായും, ഓരോ സാഹചര്യങ്ങളായും, ഓരോ മെസ്സേജുകളായും, ഓരോ കമൻസുകളുമായും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. എനിക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ പ്രപഞ്ചശക്തി തന്നെ ഒരുക്കി തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് ലഭിച്ച ആ 1 വർഷം കൊണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ കുറേയൊക്കെ പഠിക്കാനും എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. ഞാൻ ചെയ്ത രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന കണ്ടൻസ് ആണെന്ന് എന്നോട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രസൻറ്റേഷൻ ശൈലിയിലെ പോരായ്മ കാരണം അത് ഒരുപാട് പേരിലേക്ക് റീച്ച് ആയില്ല. ആളുകൾ, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എൻ്റെ പ്രസൻറ്റേഷനിലെ പോരായ്മ കാരണം അത് മുഴുവനും വാച്ച് ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകേണ്ട എൻ്റെ യൂട്യൂബ് കണ്ടൻറ്റ് ഒരുപാട് പേരിലേക്ക് എത്തിയില്ല. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് യൂസ്ഫുൾ ആണെങ്കിലും നിങ്ങൾ ആ കണ്ടന്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ലിലും ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്തുകയും നിങ്ങളുടെ ചാനൽ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുകയും ചെയ്യും. ഈ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാക്കി തന്നത് യൂണിവേഴ്സ് കമൻസിലൂടെയാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് സെക്ഷനിൽ ഇടുന്ന കമൻറ്റുകളിൽ നിന്നും എൻ്റെ മിസ്റ്റേക്കുകളും എൻ്റെ പോരായ്മകളും പിന്നെ എൻ്റെ നല്ല ക്വാളിറ്റീസും ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാനും ആ പോരായ്മകൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനുമുള്ള അവസരം അങ്ങനെയാണ് യൂണിവേഴ്സ് എനിക്കായിട്ട് ഒരുക്കി തന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പോസിറ്റീവ് കമന്റും വരും, നെഗറ്റീവ് കമന്റ്സും വരും. അതിൽ പോസിറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്നത്, നമുക്ക് ഈ ചാനല് മുന്നോട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം തരുന്ന കമന്റുകളാണ് പോസിറ്റീവ് കമന്റ്സ്. നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കരുത്, അതൊരു കൺസ്ട്രക്റ്റീവ് വേയിൽ എടുക്കുക. അതായത് നമ്മളുടെ തെറ്റുകൾ എന്തൊക്കെയാണ്, നമ്മളുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയുള്ള കമന്റുകളാണ്. ആദ്യമൊക്കെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് കിട്ടുമ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. കമന്റ്സ് ഇട്ടവരോട് എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ പറയാൻ, താങ്ക് യു. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അവരോട് താങ്ക് യു എന്ന് പറഞ്ഞത്. അവരാണ് എന്നെ എന്റെ മിസ്റ്റേക്സ്,
എന്റെ പോരായ്മകൾ മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിച്ചതും അതുവഴി എന്നെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും. പിന്നെ പോസിറ്റീവ് കമന്റ്സ് ഇട്ടവരോട് എനിക്ക് ഒരു ബിഗ് താങ്ക് യു ആണ് പറയാനുള്ളത്. അവരാണ് എന്നെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആത്മവിശ്വാസവും ഇൻസ്പിറേഷനും തന്നത്. അവർക്ക് ഒരു ബിഗ് താങ്ക്സ്. അങ്ങനെ ഈ ചാനൽ മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് എനിക്ക് യൂണിവേഴ്സ് തന്നത് പോസിറ്റീവ് കമൻസിൽ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇട്ട ആ പോസിറ്റീവ് കമൻറ്റുകൾ എനിക്ക് യൂണിവേഴ്സ് നൽകിയ അഭിനന്ദനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ ഈ ചാനൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി. നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇമെയിൽ വന്നിരുന്നു. അതായത് നിങ്ങളുടെ ചാനലിൽ കൂടെ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ. അപ്പോൾ ആ പ്രൊമോഷൻ ഇമെയിലിന് ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്ലൈ ചെയ്തു. അപ്പോൾ അവരെനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും എനിക്കിതിനെപ്പറ്റി അറിയില്ല, എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇമെയിൽ വരുന്നത്. എന്നാലും എൻ്റെ മനസ്സിലൊരു സംശയം, ഇത് എന്തെങ്കിലും സ്പാമാണോ എന്ന്. അങ്ങനെ ഞാൻ 1-2 പേരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് സ്പാം ആയിരിക്കാം, അല്ലായിരിക്കാം. എന്തായാലും ഞാൻ പിന്നെ ആ ഇമെയിൽ പ്രൊസീഡ് ചെയ്തില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു യൂട്യൂബിൽ തന്നെ കാണുന്നത്, ഒരു 3.5 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ഒരു ചാനലിൻ്റെ ഇങ്ങനെ ഒരു ഇമെയിൽ വന്നിട്ട് ആ ചാനൽ ഹാക്ക് ചെയ്തെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അന്ന് ഞാൻ ആ ഇമെയിലിന് റിപ്ലൈ ചെയ്തു. ആ ലിങ്ക് അവരെനിക്ക് അയച്ചു തന്നത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ എൻ്റെ ചാനലും ഹാക്ക് ചെയ്യപ്പെടുകയും റിമൂവ് ആവുകയും ചെയ്തേനെ. അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആകുക. ഇങ്ങനത്തെ സ്പാം ഇമെയിലുകൾ ഒന്നും റിപ്ലൈ ചെയ്യാതിരിക്കുക. ഇവിടെ യൂണിവേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇൻഡ്യൂഷൻ്റെ രൂപത്തിലാണ്. അതായത് ആ സംശയം എൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിപ്പിക്കുകയും അത് 1-2 പേരോട് ചോദിക്കാൻ എന്നെ കൊണ്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തത് ആ ഇൻഡ്യൂഷൻ കാരണമാണ്. ആ ഇൻഡ്യൂഷനാണ് എന്നെ ഇങ്ങനെ ഒരു സ്പാമിൽ നിന്നും അന്ന് രക്ഷപ്പെടുത്തിയത്. യൂട്യൂബ് ഫാമിലിയിലുള്ള കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഞാൻ ഒരു ബുക്കിനെ കുറിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറെ നാളിന് ശേഷമാണ് കോപ്പിറൈറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചെയ്ത 5ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് കോപ്പിറൈറ്റിനെ പറ്റിയും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിനെ പറ്റിയും വിശദമായി പഠിക്കാതെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്താണ് കോപ്പിറൈറ്റ്, എന്താണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.